ഹലോ നമസ്കാരം. ഒരുവിധം എല്ലാ ഇന്ത്യൻ പൗരൻ്റെയും അടുത്തുള്ള ഒരു സുപ്രധാനമായിട്ടുള്ള രേഖയാണ് ആധാർ കാർഡ്. ആധാർ കാർഡ് എന്നത് ഏതൊരു ഇന്ത്യൻ പൗരൻ്റെയും ഏറ്റവും പ്രധാനമായിട്ടുള്ള രേഖ ആയതുകൊണ്ട് തന്നെ ഇതിലുള്ള അപ്ഡേഷനുകൾ കൃത്യസമയത്ത് നമ്മൾ ചെയ്യേണ്ടത് നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് A to Z ഇൻഫോവേഡിൻ്റെ ഏറ്റവും പുതിയ വീഡിയോ. ഈ 4 കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആധാറിൻ്റെ വാലിഡിറ്റി തന്നെ നഷ്ടപ്പെടാം. പ്രത്യേകം ശ്രദ്ധിക്കുക, 40 വയസ്സ് കഴിഞ്ഞ ആളുകളും അതുപോലെ തന്നെ ഈ വർഷം SSLC +2 കഴിഞ്ഞ വിദ്യാർത്ഥികളും നിർബന്ധമായും വീഡിയോ മുഴുവനായും കാണുക. കാരണം ഇത്തരത്തിലുള്ള ആളുകൾ നിർബന്ധമായും ചെയ്യേണ്ടിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിൽ കിടക്കാം. വീഡിയോ തുടങ്ങുന്നതിന് മുൻപായി നിങ്ങളുടെ ആധാറിലുള്ള വിവരങ്ങളെല്ലാം കൃത്യമാണെന്നുണ്ടെങ്കിൽ എസ് എന്നും, അതല്ല പേര്, അഡ്രസ്, ഡേറ്റ് ഓഫ് ബർത്ത്, അതുപോലെ ജെൻഡർ, ഹസ്ബൻഡിൻ്റെ പേര് തുടങ്ങിയിട്ടുള്ള എന്തെങ്കിലും വിവരങ്ങൾ തെറ്റുണ്ട് എന്നുണ്ടെങ്കിൽ നോ എന്നും എന്താണ് തെറ്റെന്നും കൂടി കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതെങ്ങനെ തിരുത്താം, അതല്ലെങ്കിൽ അത് തിരുത്തുന്നതിന് എന്തെല്ലാം രേഖകളാണ് ആവശ്യമുള്ളതെന്ന് കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഒന്നാമത്തെ കാര്യമാണ് ആധാറും മൊബൈൽ നമ്പറും ലിങ്ക് ചെയ്യുക എന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ആധാറും മൊബൈൽ നമ്പറും ലിങ്ക് ചെയ്യൽ എല്ലാ ആളുകളും നിർബന്ധമായും ചെയ്യേണ്ടതാണ്. കാരണം ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് അടക്കമുള്ള എല്ലാ സേവനങ്ങൾക്കും, നിങ്ങൾക്ക് പുതിയൊരു സിം എടുക്കണോ, അതല്ലെങ്കിൽ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് തുടങ്ങിയിട്ടുള്ള എന്താവശ്യങ്ങൾക്കും, സ്കോളർഷിപ്പ് അടക്കമുള്ള എന്താവശ്യങ്ങൾക്കും ആധാറിൽ നിന്നുള്ള OTP ആവശ്യമാണ്. ഇത്തരം OTP ലഭിക്കണമെങ്കിൽ നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പറും ആധാറുമായി ലിങ്ക് ചെയ്യേണ്ടതാണ്. നിങ്ങളൊരു പ്രവാസിയാണെന്നുണ്ടെങ്കിൽ നാട്ടിൽ സ്ഥിരമായി ഉപയോഗിക്കുന്ന OTP വന്നു കഴിഞ്ഞാൽ ലഭിക്കാവുന്ന ഭാര്യയുടെയോ അതല്ലെങ്കിൽ ഉമ്മയുടെയോ തുടങ്ങിയിട്ടുള്ള നാട്ടിൽ ഉപയോഗിക്കുന്ന ആരുടെയെങ്കിലും മൊബൈൽ നമ്പറും ആധാറുമായി ലിങ്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾ ഫോൺ നമ്പറും ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്നാൽ നിങ്ങൾ ഇനി പുതിയൊരു സിമ്മാണ് എടുക്കുന്നത്. അങ്ങനെയെങ്കിൽ പുതിയ നമ്പർ എടുത്തതിന് ശേഷം എത്രയും പെട്ടെന്ന് തന്നെ പുതിയ നമ്പറിൽ ആധാറുമായി ലിങ്ക് ചെയ്യുക. നിങ്ങൾ പുതുതായി ഒരു മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യുന്നതിന് തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിലോ അതല്ലെങ്കിൽ ആധാർ എൻറോൾമെൻറ്റ് സെൻറ്ററിലോ ചെന്ന് വെറും 75 രൂപ മാത്രം നൽകിയാൽ ഒരു ദിവസം അതല്ലെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ ആധാർ മൊബൈൽ നമ്പറും ലിങ്ക് ആവുന്നതാണ്. ഇനി അതല്ല, നിങ്ങളുടെ പഴയ നമ്പർ മാറ്റി പുതിയ നമ്പറിലേക്ക് ചേഞ്ച് ചെയ്യുന്നതിനാണ് നിങ്ങൾക്ക് ആവശ്യമെന്നുണ്ടെങ്കിൽ പഴയ നമ്പറിലേക്കും പുതിയ നമ്പറിലേക്കും OTP ലഭിക്കുമെന്നുണ്ടെങ്കിൽ മൊബൈൽ ആപ്ലിക്കേഷൻ വഴി നിങ്ങൾക്ക് സ്വന്തമായി തന്നെ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇത്തരത്തിൽ ചേഞ്ച് ചെയ്യുമ്പോൾ വെറും 75 രൂപ മാത്രം ഓൺലൈൻ വഴി പേയ്മെൻറ്റ് ചെയ്താൽ മതിയാകും. ഇനി നമ്മൾ നോക്കുവാൻ പോകുന്ന രണ്ടാമത്തെ കാര്യമാണ്, നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ വർഷം SSLC +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണിത്. അതായത് 5 വയസ്സിലും അതുപോലെ 15 വയസ്സിലും നിർബന്ധിത ബയോമെട്രിക് വിവരങ്ങൾ പുതുക്കുക. അതായത് മാൻഡേറ്ററി ബയോമെട്രിക് എന്നാണ് ഇതിന് പറയുക. നിങ്ങൾ 5 വയസ്സിന് മുൻപെടുത്ത ആധാർ കാർഡാണെന്നുണ്ടെങ്കിൽ 5 വയസ്സിലും, അതുപോലെ പിന്നീട് 15 വയസ്സ് പൂർത്തിയാകുന്ന സമയത്തും ഇത് ചെയ്യൽ നിർബന്ധമാണ്. ഇത് ചെയ്യേണ്ട ആവശ്യകത എന്തെന്നാൽ 5 വയസ്സിന് മുൻപ് കുട്ടിയുടെ രക്ഷിതാവിൻ്റെ വിരലടയാളമായിരിക്കും നൽകിക്കുക. ഇത് 5 വയസ്സിൽ കുട്ടിയുടെ വിരലടയാളത്തിലേക്ക് മാറ്റം വരുത്തും. അതുപോലെ തന്നെ 15 വയസ്സാകുമ്പോഴേക്കും ആ സമയത്തുള്ള വളർച്ച കൊണ്ട് തന്നെ കുട്ടിയുടെ മുഖത്തിൻ്റെ ഷേപ്പും അതുപോലെ വിരലടയാളമെല്ലാം മാറിയിട്ടുണ്ടാകാം. ഇത്തരത്തിലുള്ള അപ്ഡേഷൻ അതുകൊണ്ട് തന്നെ നിർബന്ധമാണ്. നിങ്ങൾ 6-ാം വയസ്സിനുള്ളിലും അതുപോലെ 16-ാം വയസ്സിനുള്ളിലുമാണ് ഈ ഒരു ബയോമെട്രിക് പുതുക്കുന്നതെങ്കിൽ, അതായത് കൃത്യസമയത്തിലാണ് നിങ്ങൾ ഈ മാൻഡേറ്ററി ബയോമെട്രിക് ചെയ്യുന്നതെങ്കിൽ തികച്ചും സൗജന്യമാണ്. യാതൊരുവിധ ഫീസും അക്ഷയ കേന്ദ്രം നൽകേണ്ടതില്ല. എന്നാൽ കുറച്ച് വൈകിട്ടാണ് നിങ്ങൾ ഈ ഒരു മാൻഡേറ്ററി ബയോമെട്രിക് അപ്ഡേഷൻ നൽകുന്നതെങ്കിൽ നിങ്ങൾ വെറും 125 രൂപ മാത്രം അക്ഷയ കേന്ദ്രങ്ങളിൽ നൽകിയാൽ മതിയാകും. ഇതിന് യാതൊരുവിധ രേഖകളും സമർപ്പിക്കേണ്ടതില്ല. ഇനി നമ്മൾ നോക്കുവാൻ പോകുന്ന മൂന്നാമത്തെ കാര്യം, വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ 40 വയസ്സ് കഴിഞ്ഞ ആളുകൾ നിർബന്ധമായും ചെയ്യേണ്ടതായിരിക്കും. അതായത് നിങ്ങളുടെ ആധാർ എടുത്തിട്ട് 10 വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, 40 വയസ്സ് കഴിഞ്ഞ ഏകദേശം 99% ആളുകളുടെയും ആധാർ എടുത്തിട്ട് 10 വർഷം കഴിഞ്ഞിട്ടുണ്ടാകും. അവർ നിർബന്ധമായും ചെയ്യേണ്ട ഒരു കാര്യമാണ് ഡോക്യുമെൻ്റ് അപ്ഡേഷൻ. അതായത് നിങ്ങളുടെ ആധാറിലുള്ള വിവരങ്ങൾ അതുപോലെയുള്ള മറ്റൊരു രേഖ കൂടി സമർപ്പിച്ച് ഡോക്യുമെൻ്റ് അപ്ഡേറ്റ് ചെയ്യുക എന്നത്. അതായത് നിങ്ങളുടെ ആധാറിലുള്ള പേര്, അഡ്രസ്സ് തുടങ്ങിയിട്ടുള്ള
വിവരങ്ങൾ കൃത്യമാണെന്നുണ്ടെങ്കിൽ അതുപോലെയുള്ള ഒരു രേഖ, വോട്ടർ ID കാർഡ്, ലൈസൻസ്, പാസ്പോർട്ട് തുടങ്ങിയിട്ടുള്ള രേഖ കൂടി സമർപ്പിച്ച് നിങ്ങളുടെ ആധാറിൻ്റെ ഡോക്യുമെൻറ്റ് അപ്ഡേഷൻ പൂർത്തിയാക്കാവുന്നതാണ്. നിലവിലെ സാഹചര്യത്തിൽ നിങ്ങളുടെ ആധാറും മൊബൈൽ നമ്പറും ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെബ്സൈറ്റ് മുഖേന സൗജന്യമായി ഡോക്യുമെൻറ്റ് അപ്ഡേഷൻ ചെയ്യാവുന്നതാണ്. ഇനി അതല്ല, നിങ്ങളുടെ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്തിട്ടില്ല, അതല്ലെങ്കിൽ മൊബൈൽ ഫോൺ വഴി ചെയ്യാൻ സാധിക്കുന്നതല്ല എന്നുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിലോ അതല്ലെങ്കിൽ CSC സേവന കേന്ദ്രങ്ങളിലോ സമീപിച്ചാൽ വെറും 75 രൂപ മാത്രം നൽകി നിങ്ങൾക്കിത് പൂർത്തിയാക്കാം. ഇനി നമ്മൾ നോക്കുവാൻ പോകുന്ന 4ാമത്തെ കാര്യമാണ് നിങ്ങളുടെ ആധാറിലുള്ള വിവരങ്ങളെല്ലാം കൃത്യമാണെന്ന് ഉറപ്പുവരുത്തുക. കാരണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ദിവസം കൂടുന്തോറും അതിൻ്റെ രേഖകളുടെ എണ്ണം കുറഞ്ഞു വരികയാണ്, അതല്ലെങ്കിൽ കുറച്ചുകൂടി ബുദ്ധിമുട്ട് കൂടി വരികയാണ്. ഉദാഹരണമായി, പണ്ട് ഡേറ്റ് ഓഫ് ബർത്ത് തിരുത്തുന്നതിന് വോട്ടർ ID കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ് തുടങ്ങിയവയെല്ലാം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ഡേറ്റ് ഓഫ് ബർത്ത് തിരുത്തുവാൻ SSLC സർട്ടിഫിക്കറ്റ്, ബർത്ത് സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട് ഈ 3 രേഖകൾ മാത്രമേ സ്വീകരിക്കുന്നുള്ളൂ. അതുപോലെ തന്നെ പേര് തിരുത്തുന്നതിനും വലിയ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അധികം വൈകാതെ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ആധാറിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ തിരുത്തുവാൻ ശ്രദ്ധിക്കുക. ആധാറുമായി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഇനി അതല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ ആധാറിലുള്ള അഡ്രസ്സ് തിരുത്തുന്നതിനോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഡോക്യുമെൻ്റ് അപ്ഡേഷൻ ചെയ്യുന്നതിനോ എന്തെങ്കിലും സഹായം ആവശ്യമാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഫോളോ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാവുന്നതാണ്. ഇത്തരത്തിൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാട്സപ്പ് വഴി ബന്ധപ്പെടാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക.